ഹലോ മക്കളെ, പ്ലസ് 2 ഫിസിക്സിന്റെ വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്ക് മാത്രമല്ല ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കാണാതെ പോയ ചില അണ്ടർ റേറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾ അറിയാതെ പോയ ചില ടിപ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആൻഡ് ഒരു കിടിലൻ സ്ട്രാറ്റജി ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ് എക്സാമിന് ഉണ്ടാക്കാം എന്ന് എൻ്റെ പ്രതീക്ഷ. സോ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യണം, വീഡിയോ ഒന്ന് ഇപ്പം തന്നെ എല്ലാവർക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് മാർക്കാണ്, വെയിറ്റേജ് അല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വെയിറ്റേജും മാർക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട്. വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്യുന്ന ഒരു PDF ഉണ്ടാവും. ആ PDF കൃത്യമായിട്ടുണ്ടാവും ഓരോ ചാപ്റ്ററിന് ഇത്ര വെയിറ്റേജ്, ഇത്ര ഹവേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ, ആ വെയിറ്റേജ് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അത് 60 കിട്ടുക. എന്നാൽ ഇത് എന്താണ്? ഇത് കഴിഞ്ഞ വർഷം നടന്ന മാർച്ച് എക്സാമിൻ്റെ മാർക്കുകളാണ്. ഓരോ ചാപ്റ്ററിന് വന്ന മാർക്കുകളാണ്. നിങ്ങളിതൊന്ന് കൂട്ടി നോക്കിയേ. ഇത് കൂട്ടി 16, 22, 30, 40, 50, 60. എത്ര പാഠം? റേ ഒപ്റ്റിക്സ് 9 പാഠത്തിൽ നിന്ന് 60 മാർക്ക്. 60ൽ 60 നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന 9 പാഠം പഠിച്ചാൽ കിട്ടും. അപ്പോൾ അതിനർത്ഥം എന്താ അറിയും, ഇത് ആക്ച്വലി ഓപ്ഷൻ ക്വസ്റ്റ്യൻസും കൂടി അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സും കൂടി കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? യെസ്, ഒരു 18 കൂടി കിട്ടും. മൊത്തം 78 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടടാ, അത് നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻ ക്വസ്റ്റ്യൻസ്. അതിൽ 60 വാങ്ങിയാൽ പോരെ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 60 വാങ്ങാൻ സത്യത്തിൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ കാര്യങ്ങൾ? നിങ്ങളിത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് പഠിച്ചാൽ പോരെ? അപ്പോൾ വെയിറ്റേജ് എന്നുള്ളത് എന്താണോ, നിർബന്ധമായിട്ടും അത്ര മാർക്ക് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. മറ്റേതെന്താണ്, ഓപ്ഷൻസും കൂടി ഉള്ളതാണ്. ആ ഡിഫറൻസ് മനസ്സിലായോ? ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാത്തവരുടെ കമൻറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ബിഗിൻ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് ആണ്, സാർ ഏതെങ്കിലും പാഠം സ്കിപ്പ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുമോ? ഫുൾ മാർക്ക് കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ലോജിക്ക് പ്രകാരം ആലോചിച്ചാൽ തന്നെ നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ പ്രകാരമാണ്. ഇതിലൊരു ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഷുവറാണ്, മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അതായത് ഈ വർഷം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു 7 മാർക്കിനേക്കും ചോദിക്കുക, ചിലപ്പോൾ ഈ ചാപ്റ്റർ ചിലപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. അത് ചിലപ്പോൾ ഇവിടെ കൂടിയിട്ട് ചിലപ്പോൾ ഇവിടെ 8 ആവും, ഇവിടെ ചിലപ്പോൾ 7 ആവും. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്തല്ല, ഒരിക്കലും 100% ഉറപ്പിക്കാൻ പറ്റില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർ ഡിസൈഡ് ചെയ്യുന്നതാണ്. പോയിന്റ് നമ്പർ 1, ഇത് അറിയാതെ പോകരുത്, മസ്റ്റായിട്ട് അറിയണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള വളരെ കൺഫ്യൂസിങ് ആക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ വഴി തെറ്റിക്കുന്ന രീതിയിലൊക്കെ പല വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 20 എണ്ണം മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക്, അങ്ങനെ ഒരു ഉറപ്പൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എക്സാം പേപ്പർ അത്രയും സിമ്പിൾ ആണെങ്കിൽ ഓക്കെ, മറ്റേ ചക്ക വീണു മോയിൽ ചത്തു എന്നുള്ള അവസ്ഥയിലാണ് ആ 20 ചോദിച്ച സിറ്റുവേഷൻ. എന്നാൽ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ മാറിയതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ മാക്സിമം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യാം, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ വെയിറ്റേജ് വൈസ് നോക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ചില ചാപ്റ്റേഴ്സിന് കൂടുതൽ മാർക്ക് വരും. ഈ കാണുന്നത് പോലെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി വരെ, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റേ ഒപ്റ്റിക്സ് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 10 മാർക്ക് വരും. അതിലെ ഡെറിവേഷൻസ് നിങ്ങൾക്ക് അറിയാം. അതിലെ ന്യൂമറിക്കൽസ് ഒരു 2-3 ന്യൂമറിക്കൽ മാക്സിമം 2 മാർക്കിനെ വരുള്ളൂ. ഡോൺ വരി, 2 മാർക്കിനെ വരുള്ളൂ. 3 മാർക്കിന് ന്യൂമറിക്കൽ ബോർഡ് എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടില്ല. ചിലപ്പോൾ അതിലൊരു ഫിഗറോ ഡയഗ്രാമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് തീർത്തങ്ങ് പഠിച്ചേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇലക്ട്രിക് ചാർജസ് പഠിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. അപ്പോൾ അതിൽ 10ഉം 8ഉം കൂട്ടിയാൽ തന്നെ 18 ആയി. ഇനി പോട്ടെ, അതിന് ഒരു 16 മാർക്ക് അവിടെ എന്തായാലും വരും. ഇനി നിങ്ങൾ കാണാത്ത ചില അണ്ടർ റേറ്റഡ് ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞ വർഷം 8 മാർക്ക് വന്നിട്ടുണ്ട്. വെയിറ്റേജ് വൈസ് നോക്കുകയാണെങ്കിലും അതിൽ വളരെ കൂടിയ വെയിറ്റേജ് ആണ്. മിനിമം 6 മാർക്കെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തൂടെ? കഴിഞ്ഞ വർഷം 8 ഒന്നും, അത് വേഴ്സ്റ്റ് കേസാണ് ഞാൻ 6 പറഞ്ഞത്, ചിലപ്പോൾ 8 വരും. ഏറ്റവും കുറച്ച് പഠിക്കാനുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. കാരണം അതിൽ കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻസ് പഠിക്കുക. ഏത് പാരൽ പ്ലേറ്റിൻ്റെ ഡെറിവേഷൻ, സീരീസ് പാരൽ, അത് പഠിച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ പൊട്ടൻഷ്യലിൻ്റെ ആ ഡെഫിനേഷൻസ് നോക്കി വെക്കുക, ഡൈപോളുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി. പിന്നെ കപ്പാസിറ്റൻസിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. എനർജി സ്റ്റോറിൻ്റെ ഡെറിവേഷൻ ആക്ച്വലി ഡിലീറ്റഡ് ആണ്, അതിൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ അത് വളരെ അണ്ടർ റേറ്റഡ് ചാപ്റ്ററാണ്. സോ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് പഠിക്കണം. അതേപോലെ കഴിഞ്ഞ വർഷം നിങ്ങൾ കാണാതെ പോയ, അല്ലെങ്കിൽ പലരും കാണാതെ പോയ ഒരു അണ്ടർ റേറ്റഡ് ചാപ്റ്ററാണ് ഒരു മാഗ്നറ്റിസം മാറ്റർ. ഏറ്റവും കുഞ്ഞാൻ പാടാക്കുക, കാരണം അതിന് പകുതി മുക്കാലും ഡിലീറ്റഡ്, ആകെ കുറച്ച് പാരാഡായ ആ സംഭവം തന്നെ ഉള്ളൂ. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഒക്കെ വരുന്നുണ്ട്. അതിന് കഴിഞ്ഞ വർഷം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വർഷം 4 അല്ലെങ്കിൽ 5 ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പാഠങ്ങൾ ഞാനിതങ്ങനെ ടിക്ക് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതൊക്കെ സ്കിപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉള്ളതെന്ന്. ഇനി AC-യുടെ കേസിൽ വെയിറ്റേജ് കൂടുതലാണ്. ഒന്ന് ആ ഡെറിവേഷൻ പഠിച്ചെടുക്കാനും മെനക്കേടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചാപ്റ്റർ ഒന്ന് റേ ഒപ്റ്റിക്സ് ആയിരിക്കും, പിന്നെ AC ആയിരിക്കും. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് കൂടി ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ടൈം സ്റ്റാമ്പ് കൊടുത്തൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് നോക്കാനാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ശരിയാണെന്നാണ് നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞു റേ ഒപ്റ്റിക്സ് ചില കുട്ടിയൊക്കെ ആൾട്ടർനേറ്റീവ് ഓർ തിരിച്ചു തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട്. അപ്പോൾ AC-യുടെ കേസിൽ 7 മാർക്കിനേക്കാൾ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു 8ലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം അത് കുറവാണ്, കാരണം ഡെറിവേഷൻസ് കൂടുതലുണ്ട്. പിന്നെ നിങ്ങൾ കാണാൻ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. മൂവിങ് ചാർജ് കുറച്ച് വലിപ്പമുണ്ടായാലും അതിനുള്ള റിവാർഡ് അവിടെ ഉണ്ട് കേട്ടോ. 8 മാർക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. 8നേക്കാൾ അവിടെ എന്തായാലും കുറയില്ല. ഒരു 7 കൂടിയാലായി എന്തായാലും അത് കൂടുള്ളൂ. 8-9ലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. സോ ഞാൻ വട്ടമിട്ട് തരാം. ഈ വട്ടമിടുന്നതെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ട, ആദ്യം പ്രയോറിറ്റി കൊടുത്ത് കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സാണ്. ഓക്കെ അല്ലേ? കറണ്ട് ഇലക്ട്രിസിറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ടഫാണ്. എടാ മക്കളെ, കറണ്ട് ഇലക്ട്രിസിറ്റി ആക്ച്വലി കുറേ ഡിലീറ്റഡാ. ന്യൂമറിക്കൽ ഇക്കൊല്ലം വരാൻ ഒരു ചാൻസ് ഞാൻ കാണുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അത് നിങ്ങളുണ്ട് പഠിക്കുക. അപ്പോൾ എനിക്ക് സാർ എല്ലാം വട്ടിടും, എല്ലാം ഞാൻ വട്ടിടാൻ പോകുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾ നോക്കാം, ഈ റേ ഒപ്റ്റിക്സ് എന്തായാലും ഞാൻ വട്ടിട്ടു. വേവ് ഒപ്റ്റിക്സ് പകുതി ഡിലീറ്റഡാ. വേവ് ഒപ്റ്റിക്സും വേണം, കാരണം അതിലാകെ 2 ഡെറിവേഷൻ ഉണ്ട്, 2 കുഞ്ഞു ഡെറിവേഷൻസ് ഉണ്ട്. ആ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 5 ചിലപ്പോൾ 6 പോവാം. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. അതായത് മാഗ്നറ്റിസം മാറ്റർ ഞാൻ വട്ടിട്ടു അല്ലേ. അപ്പോൾ സാർ എല്ലാം പറയോ? ഇല്ലടാ, എല്ലാം പറയില്ല കേട്ടോ. AC ഞാൻ വട്ടിടുന്നില്ല. നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഞാൻ തരാം, പക്ഷേ ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. ഇനി നോക്കുക, EM വേവ്സിൽ ആകെ പഠിക്കാനുള്ള എന്താ, ആ ഒരു പല ടൈപ്പ് വേവ്സ് ഉണ്ട്. ആ വേവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതവിടെ അപ്ലൈ ചെയ്യുന്നു, അത് മാത്രം നിങ്ങൾ ഈ 3rd ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. ആ ചാപ്റ്റർ 8th ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. ഇനി ഡ്യുവൽ നേച്ചർ ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ് പലരും സ്കിപ്പ് ചെയ്യാൻ വിചാരിക്കുന്ന ചാപ്റ്ററാണ്. ഇതിൽ 4 എണ്ണത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ 2 എണ്ണം സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. പറഞ്ഞു തരട്ടെ. ഇതാ, ഈ സെമി കണ്ടക്ടർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അതേപോലെ ഡ്യുവൽ നേച്ചർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഡ്യുവൽ നേച്ചർ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും അതിൻ്റെ ലോസും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം മാത്രം നിങ്ങൾ ഡ്യുവൽ നേച്ചറിൽ സമയമില്ലെങ്കിൽ നിങ്ങൾ നോക്കുക. ഇനി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ അതിൻ്റെ 3/4 ഭാഗവും ഡിലീറ്റഡ് ആണ്. അതിൽ ആ റെക്ടിഫയറിൻ്റെ ഭാഗമില്ലേ, ആ റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കട്ടോ, ഇൻക്ലൂഡിങ് ഫിഗർ. അത് മാത്രം പഠിക്കുക. സമയമില്ലെങ്കിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ആറ്റംസും ന്യൂക്ലിയും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. EM വേവ്സ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം എന്താ, അതിലാകെ അപ്ലിക്കേഷൻസ് പഠിക്കുക. AC കേസിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഡെറിവേഷൻസും ഇനി ലാസ്റ്റ് മൊമെൻറ്റിൽ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, അതിലെ LC സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. അതിൻ്റെ ഫേസർ ഡയഗ്രാം LCRഉം ഒന്ന് ഓർത്ത് വെച്ചോ, LCയും LCRഉം ഇത് രണ്ടും പ്രോപ്പറായിട്ട് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ശരി, അപ്പോൾ ഇതാണ് വെയിറ്റേജ്. ഇനി എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ടിപ്സ്. തീർന്ന് ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഫുള്ളായിട്ടില്ല, ചില കാര്യം ഓൾറെഡി സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ, നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ഇത്തവണ ഒരു 20% to 25% നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് കണ്ടതാണ്. അത് നമ്മൾ ഒറ്റൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം. അതേപോലെ എല്ലാ ഡെറിവേഷൻസ് എന്തായാലും ഒരു 40% മാർക്ക് ഡെറിവേഷൻസ് ആയിരിക്കും. 40 to 50% ഡെറിവേഷൻസ് ആയിരിക്കും. അത് നമ്മൾ ഒറ്റ സിംഗിൾ വീഡിയോ, എത്ര മണിക്കൂറേ ഉള്ളൂ, വെറും 3.25 മണിക്കൂറേ ഉള്ളൂ. ആ 3.25 മണിക്കൂറിൽ കംപ്ലീറ്റ് ഡെറിവേഷൻ ടൈം സ്റ്റാമ്പ് കൊടുത്ത് സെറ്റാക്കിയിട്ട് അത് ഞാൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് തിയറി കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് കാണണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കാണാം. ദാറ്റ്സ് ഇറ്റ്. ഇനി എക്സാമിൻ്റെ തലേ ദിവസമായിട്ടുള്ള ഇന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാ, ഈ ഒരു വെഡിക്കേറ്റ് റിവിഷൻ എന്ന് പറഞ്ഞതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അറൗണ്ട് 80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആ 80 ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല. അതൊരു വളരെ എന്താണ്, ഒരു ചക്ക വീണാൽ മാത്രം ചക്ക വീണ മുതലെത്താൻ മാത്രം സംഭവിക്കുന്ന സംഭവമാണ്. ഈ 50 ചോദ്യം കണ്ടാൽ ഞാൻ ഫുൾ മാർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു 85% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു സംഭവം നമ്മൾ ഇതിൽ ഒറ്റൊരു ക്വസ്റ്റ്യൻ ഈ സെറ്റിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. സോ അതും ഞാൻ ലിങ്ക് പിന്നെ ചെയ്യുന്നുണ്ട്. സോ ഇനി വേഗം പോയി പഠിക്കുക. ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. So all the best.